ബജറ്റിൽ തെളിയുന്ന തിരിച്ചറിവ്. വൻകിട മുതലാളിമാരല്ല സാധാരണക്കാരാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ചാലകശക്തിയായി വർത്തിക്കുകയെന്ന കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചറിവാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിച്ച ദേശീയ ബജറ്റിൽ മുഴച്ചു നിൽക്കുന്നത്. ബജറ്റിലെ ഏറ്റവും ആകർഷകമായത് എന്ന വിശ്വാസത്തോടെ ധനമന്ത്രി തന്നെ പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് മാറ്റിവെച്ച ആദായ നികുതി ഇളവ് പ്രഖ്യാപനത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഈ തിരിച്ചറിവാണ്. രാജ്യത്തിന്റെ സമ്പദ് രംഗം അത്ര മികച്ച നിലയിലല്ല എന്ന സൂചനയാണ് വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക സർവേ നൽകിയത്. വൻകിട വ്യവസായികൾക്ക് നികുതി ഇളവുകൾ അടക്കം നൽകി പ്രോത്സാഹിപ്പിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കാമെന്നായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങൾ അത്രയും സർക്കാരിന്റെ പ്രതീക്ഷ. സമ്പത്തിന്റെ സ്രഷ്ടാക്കൾ എന്ന ഓമന പേരാണ് ധനമന്ത്രി വൻകിട വ്യവസായികൾക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇക്കൂട്ടരുടെ ലാഭം കുമിഞ്ഞുകൂടുമ്പോഴും അത് സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്നില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ സമ്പദ് വ്യവസ്ഥ ഉണരുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് ആദായ നികുതിയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ ഗണനീയമായുള്ള ഡൽഹിയിൽ ഈ ആഴ്ച നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാമെന്ന മനക്കണക്കും ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. സാധാരണക്കാരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ഉപാധി സർക്കാരിന്റെ മൂലധന ചെലവ് കൂട്ടുകയെന്നതാണ്. മൂലധന ചെലവ് മന്ദീഭവിക്കുന്നതായി സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ 11.11 ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ നീക്കിവെച്ചെങ്കിലും ഇതിൽ 10.18 ലക്ഷം കോടി രൂപ മാത്രമേ ചെലവിടാനാകൂ എന്നാണ് പുതുക്കിയ എസ്റ്റിമേറ്റിൽ വ്യക്തമായത്. എന്നാൽ ശനിയാഴ്ച അവതരിപ്പിച്ച ബജറ്റിൽ 11.21 ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ നീക്കിവെച്ചിട്ടുണ്ട്. മൂലധന ചെലവിൽ വെട്ടിച്ചുരുക്കൽ ഉണ്ടാകില്ലെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ധനമന്ത്രി ഊന്നിപ്പറഞ്ഞതും ശ്രദ്ധേയമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് ബജറ്റിൽ നൽകിയ മുന്തിയ പരിഗണന അഭിനന്ദനാർഹമാണ്. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്ത് 10,000 മെഡിക്കൽ ബിരുദാനന്തര സീറ്റുകൾ കൂടുതലായി അനുവദിക്കും. 5 വർഷം കൊണ്ട് 75,000 പുതിയ സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത 3 വർഷത്തിനിടെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും. 36 ജീവൻ രക്ഷാ ഔഷധങ്ങളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വിഹിതം കഴിഞ്ഞ ബജറ്റിലെ 46,482 കോടി രൂപയിൽ നിന്ന് 50,077 കോടി രൂപയായി ഉയർത്തി. 5 ദേശീയ നൈപുണ്യ മികവ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. 500 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിത ബുദ്ധി മികവ് കേന്ദ്രവും സ്ഥാപിക്കും. 6,500 വിദ്യാർത്ഥികളെ കൂടുതലായി ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിധത്തിൽ 2014 ശേഷം സ്ഥാപിച്ച 5 IITകൾ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളുടെ ശേഷി വർദ്ധിപ്പിക്കും. ഈ 5 എണ്ണത്തിൽ പാലക്കാട് IITയും ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് അടുത്ത 5 വർഷം കൊണ്ട് 50,000 സർക്കാർ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും. ഗ്രാമീണ മേഖലയിലെ എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കും. ഇക്കൊല്ലം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് ബജറ്റിൽ വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് ചോദിച്ചതൊന്നും കിട്ടിയില്ല. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിന് 24,000 കോടി രൂപയുടെ പാക്കേജ്, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 2,000 കോടി എന്നിങ്ങനെ 14 ആവശ്യങ്ങളടങ്ങിയ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ജോലി, വരുമാന സ്ഥിരതയില്ലാത്ത ഗിഗ് തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, 5 വർഷം കൊണ്ട് 5 ലക്ഷം സ്ത്രീകൾക്ക് 2 കോടി രൂപ വരെ സംരംഭകത്വ വായ്പ എന്നിവയടക്കം സ്വാഗതാർഹമായ സാമൂഹിക സുരക്ഷാ ശാക്തീകരണ നടപടികളും ബജറ്റിലുണ്ട്. അതേസമയം പ്രീമിയം വരുമാനം മുഴുവനായി ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ രംഗത്ത് 100% ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ നടത്താമെന്ന പ്രഖ്യാപനം നവമുതലാളിത്ത പരിഷ്കാരങ്ങൾ തുടരാനുള്ള ഭരണകൂട നിശ്ചയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതുവരെ 74% ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി. കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, മൂലധന നിക്ഷേപം, കയറ്റുമതി എന്നിവയെ വികസനത്തിന്റെ യന്ത്രങ്ങളായി കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. 100 ജില്ലകളിൽ കാർഷികോൽപാദനം ഉത്തേജിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും കിസാൻ ക്രെഡിറ്റ് കാർഡിന്മേലുള്ള വായ്പ പരിധി ഉയർത്തിയതുമൊക്കെ നല്ല നീക്കങ്ങളാണ്. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ, പരുത്തി എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാനും പദ്ധതികളുണ്ട്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള വായ്പ പരിധി 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയാക്കി. മൂലധന ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷ കാലാവധിയിൽ പലിശരഹിത വായ്പ അനുവദിക്കുന്നതിന് 1.5 ലക്ഷം കോടി രൂപ നീക്കിവെച്ചത് സമ്പദ്ഘടനയ്ക്ക് ഉന്മേഷം പകരുമെന്ന് ഉറപ്പ്. സ്വാഗതാർഹമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ ബജറ്റാണ് ധനമന്ത്രി ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക സുരക്ഷയടക്കം വ്യത്യസ്ത മേഖലകളിൽ മുന്നോട്ടുവെച്ച പദ്ധതികൾക്കുള്ള ധനവിഹിതം പൂർണ്ണമായും സമയബന്ധിതമായും അനുവദിക്കാനുള്ള ഇച്ഛാശക്തി കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം.
സാധാരണ പൗരനാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെയും ഊർജ്ജ സ്രോതസ് എന്ന സർക്കാരിന്റെ തിരിച്ചറിവ് നിലനിൽക്കട്ടെ. അതനുസരിച്ചാകണം സാമ്പത്തിക നയപരിപാടികൾ ഇനി എക്കാലവും ആവിഷ്കരിക്കപ്പെടേണ്ടത്. ഈ മുഖപ്രസംഗം അവതരിപ്പിച്ചത് NK ശശി.